ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഓണം സീരീസ് തേർഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഓണത്തേക്ക് വേണ്ടിയിട്ടുള്ള പായസവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ കുറച്ചധികം വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളും പ്രിപ്പറേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു മോർണിംഗ് ആണ് കേട്ടോ. നമ്മളെ മുറ്റത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു കാലാവസ്ഥ, ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ, ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടക്കാനൊക്കെ പോയി വന്നു. കുറച്ച് സമയം ഞാൻ മുറ്റത്തൊക്കെ നിന്നു. അതിന് ശേഷം എൻ്റെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. എനിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് നിർബന്ധമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും വീടൊരുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ളൊരു എക്സ്ട്രാ ടൈം കിട്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ ഭയങ്കര ഹറിബറി ആയിട്ട് പോയിട്ട് കുളിയും കാര്യങ്ങളും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളും ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് അങ്ങ് വരികയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു തിരക്കാവാതെ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, നല്ല എനർജിയോട് കൂടി നല്ല ഇഷ്ടത്തോടു കൂടി പെട്ടെന്ന് കുക്കിങ്ങും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട്. റിലാക്സ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റലുണ്ട്. അപ്പം നമ്മളും പിന്നെ നമുക്ക് ഒരുങ്ങണമല്ലോ, നമുക്ക് കുളിക്കണമല്ലോ, ആ ഒരു ഇതൊന്നും തോന്നലില്ല കേട്ടോ. മീൻസ് ഒരു ഫ്രഷ് ആവണമല്ലോ നമുക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇന്നത്തെ ഒരു ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ഞാൻ പാസ്ത ഉപയോഗിച്ച് മക്രോണിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ എടുത്താൽ വെളിച്ചെണ്ണയിലേക്ക് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സവാളേൻ്റെ കൂടെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതെന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് റഫീഖ രാവിലെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊരു ഞാൻ അഗോരോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് ബോഡി മസാജറാണ് കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ റഫീഖ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റഫീഖ് ചെയ്യുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇത് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മസാജറാണ്. ഇത് വേറെ എവിടെയും നമുക്കിത് കിട്ടൂല കേട്ടോ. ഭയങ്കര റേറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇത് നമുക്കിതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ മസിൽസ്, തൈൽസ്, ഷോൾഡേഴ്സ്, നമ്മൾ നെക്കിൻ്റെ അവിടെ ഷോൾഡർ ഭാഗങ്ങളൊക്കെ അല്ലേ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറുതായിട്ടുള്ളൊരു മസാജ് ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് പെയിനൊക്കെ നല്ല റിലീഫ് കിട്ടും കേട്ടോ. ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ഫ്രീ ആകുന്നത് പോലൊക്കെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരേ സ്ക്രീനിലൊക്കെ നോക്കാൻ വേണ്ടി ഒരേ സമയം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും കമൻറ്റിനൊക്കെ റിപ്ലൈ ചെയ്യാൻ കുറേ ടൈം നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടൊക്കെ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വേദന വരും കേട്ടോ, ആ ഒരു ഷോൾഡർ ഭാഗം. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റിലീഫ് എനിക്ക് തോന്നലുണ്ട്. ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ലൊരു ഉഷാറ് തോന്നും കേട്ടോ. അപ്പം ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ റഫീഖാനോട് പറഞ്ഞപ്പോൾ റഫീഖയും ഇപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യും കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് സ്വന്തം നമ്മൾ ഫുൾ ബോഡി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാട്ടോ ഇത് വരുന്നതിൻ്റെ മെയിൻ ഹെഡ് വരുന്നത്. അപ്പോൾ ഇതാണ്
പിന്നെ വയറ് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കറണ്ടിൽ കുത്തിയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ലെങ്തി വയറാണ് കേട്ടോ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഓണും ഓഫും ഒക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 തരത്തിൽ സ്പീഡ് കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നല്ല ഈസിയാണ് കേട്ടോ. ഒരു ചെറിയ ബട്ടൺ അതിങ്ങനെ നിങ്ങൾക്ക് കാണാം. ഓണിൻ്റെ അങ്ങോട്ടേക്ക് പോയാൽ ഇത് ഓണായി കൂടി വരും. സ്പീഡ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള മസാജ് ഹെഡ്സ് വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റ് മസാജ് ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ ഇത് വേവി മസാജ് ഹെഡ്സ് ആണ്. ഇതിൻ്റെ നെയിമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് തൈച്ചി മസാജ് ഹെഡ്സ് ആണ്. ഇത് ബോൾ മസാജ് ഹെഡ്സ് ആണ് കേട്ടോ. ഇതിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പിന്നെ മെഷ് കവറാണ് കേട്ടോ. പിന്നെ പോർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസി യൂസാണ് കേട്ടോ. ഉപയോഗിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതിന് നമുക്ക് 1 ഇയർ വാറൻറ്റിയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാവും അവർക്കും. ഇത് കിട്ടിയാൽ ഹാപ്പി ആവും കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് നമുക്ക് ചെയ്യുന്നത് നല്ലതാവും കേട്ടോ. ഫുൾ ബോഡി ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ആവും കേട്ടോ നമുക്ക്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ലിൽ ചെയ്യരുത് കേട്ടോ. നമ്മുടെ സ്പൈനിൽ ചെയ്യരുത്, ഹെഡിലും ചെയ്യരുത് കേട്ടോ. അതായത് തലയിൽ ചെയ്യരുത്. പിന്നെ ഓയിലിട്ട് ഫുൾ ബോഡി ഓയിലിട്ടിട്ട് നമുക്ക് മസാജ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഈ മോട്ടറിലേക്ക് ഓയിൽ ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ശരിക്കും കയ്യിൻ്റെ അടിയിൽ, കാലിൻ്റെ അടിയിൽ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ശരിക്കും നല്ലൊരു ഈ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, ഇങ്ങനെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനത് നോക്കി നിന്ന് എൻ്റെ സവാളൊക്കെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വീറ്റ് പാസ്തയാട്ടോ ഉപയോഗിക്കുന്നത്. ഡിസാനോ പാസ്തയാണ് ഇത്. 100% വീറ്റാണ് കേട്ടോ. മൈദ ഇതിൽ യൂസ് ആക്കുന്നില്ല. പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഹെൽത്തി സ്നാക്സിനും സാലഡിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റുക. 0 കൊളസ്ട്രോളാണ് കേട്ടോ. ഫാറ്റ് ഫ്രീ ആണ്. ആർട്ടിഫിഷ്യൽ കളറും കാര്യങ്ങളൊന്നും ഇതിൻ്റെ മേടിൽ അവർ യൂസ് ചെയ്യുന്നില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്നും പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ. 100% വെജിറ്റേറിയൻ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷേപ്പിലും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നോക്കാം. അപ്പോൾ വഴന്നു വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടിയില്ല അത്രയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മസാലപ്പൊടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോൺസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചിക്കനൊക്കെ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. പിന്നെ ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാസ്തയോ മക്രോണിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് രീതിയിലുള്ള പാസ്തയും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീറ്റിൻ്റെ പാസ്ത ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് മല്ലിയില പുതിനയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് ഈ ഒരു സമയത്ത് തന്നെ കുറച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ വെന്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ എയർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. പിന്നെ നിങ്ങൾ കുക്കറിനനുസരിച്ച് കേട്ടോ. കുക്കർ ഭയങ്കര വേവുന്ന കുക്കറൊക്കെ ആണെങ്കിൽ എയർ കുറച്ച് കളഞ്ഞിട്ട് എടുത്തോ. എനിക്കിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരലുണ്ടേ. അപ്പോൾ ആ ഒരു സമയം ഞാൻ എടുത്ത സാധനങ്ങളും അതുപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. എടുത്തത് അപ്പോൾ എടുത്ത് വെക്കട്ടെ. എന്നാൽ നമുക്ക് അത്രയും പണി കുറയും. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇന്ന്. എന്നാലും ഞാൻ ഓണത്തിൻ്റെ പായസവും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫും അതുപോലെ തന്നെ മട്ടനൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ഞാൻ വേഗം കുക്കിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പിന്നെ ലഞ്ച് പരിപാടിയിലേക്കൊക്കെ നിൽക്കാമല്ലോ. പിന്നെ എനിക്ക് അകമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ് അല്ല, എന്നാലും ഒന്ന് ഒരുക്കി റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇങ്ങനൊരു ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗസ്റ്റ് വരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കലും പെറുക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്ത് വെക്കോട്ടോ. ഒന്ന്
നമ്മൾ വീടൊന്നും ഒരുക്കൂലേ നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട്, പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയം നമുക്ക് എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അലക്കാൻ അങ്ങനത്തേലൊക്കെ ഒന്നും പോകില്ല കേട്ടോ. അടുത്ത ദിവസം നമുക്കത് ചെയ്യാമല്ലോ. വെറുതെ നമ്മൾ എല്ലാം കൂടെ നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിട്ട് വെറുതെ നമുക്ക് വയ്യാണ്ടാവണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്യലില്ല. അപ്പം അന്ന് പ്രാധാന്യമുള്ള, അന്ന് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ പോവുക. വീടൊരുക്കലും കാര്യങ്ങളും നമുക്ക് മസ്റ്റാണല്ലോ, എന്നും ചെയ്യണം. എന്നാലും നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരികയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒക്കെ അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കും. നമ്മൾ ഫുഡ് മാത്രമല്ല, നമ്മൾ വീടും കൂടെ നമ്മൾ നീറ്റാക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ഭംഗിയാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കാണെങ്കിലും, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നമുക്കാണെങ്കിൽ എപ്പോഴും അതങ്ങനെ. അല്ലാതെ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, നമ്മളെ ലിവിങ്ങിലേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സിറ്റ് ഔട്ട് ലിവിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ സ്വഭാവവും നമ്മളെ വീടിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം നമ്മളെ വീട് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മളെ മുറ്റം, നമ്മളെ ലിവിങ്, സിറ്റ് ഔട്ട് കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു ഗസ്റ്റ് ചിലപ്പം ആ ഒരു ഭാഗം തന്നെ ഇരിക്കുകയുള്ളൂ, അതുവരെ വരുള്ളൂ. പക്ഷേ അവർക്ക് അതിൽ നിന്ന് തന്നെ നമ്മളെ ആ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എത്ര വൃത്തിയുള്ളവരാണ്, എത്ര ഓർഗനൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ഒരു അടുക്കും ചിട്ടയോട് കൂടെ വീട് കൊണ്ടുവന്ന് വീടും നമ്മളെ വീട്ടുകാരും അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ വീട് നീറ്റാക്കിയിട്ട് വെക്കുക. വൃത്തിയാക്കി വെക്കാൻ നമുക്ക് ഭയങ്കര പൈസ ചിലവും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കുക. അത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അത് എപ്പോഴായാലും ഇപ്പം നമുക്ക് ഡെയിലി ചെയ്യുന്ന പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത്, നമുക്കിഷ്ടമുള്ള സമയത്ത്, നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് നമ്മളെ വീട് നമുക്ക് ഒരുക്കുക. അത് ഇന്ന സമയത്ത് ഈ പണികളുടെ ഇടയിൽ കൂടെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ കുട്ടികളുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളെ കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കുക, അവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കുക. എന്തെങ്കിലും കട്ടിങ്ങിനോ കിച്ചണിൽ നമ്മളെ കട്ടിങ്ങിനോ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചോദിക്കുക. അതാണ് അവർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അകത്തത്തെ ഈ ഒരിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യും. ഇതിപ്പോൾ ഞാൻ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കർ എയറൊക്കെ പോകാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുറ്റടിക്കാൻ കുറച്ച് വെയിലുള്ള സമയം തിരഞ്ഞെടുക്കലുണ്ട് കേട്ടോ. വൈറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അകത്തുള്ള സ്ത്രീകൾക്ക് കുറച്ച് കുറവായിരിക്കും കേട്ടോ, വളരെ കുറവായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ കാര്യം കേട്ടോ വളരെ കുറവായിരിക്കും. ഇപ്പം എനിക്കും കുറവാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാല് വേദന, കൈവേദന, ക്ഷീണം, അങ്ങനത്തെ സംഭവമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വയനാട്ടിലത്തെ വൈറ്റമിൻ ഡി വെയിൽ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് വരെ പറയുന്നത് നട്ടുച്ച വെയിൽ കൊള്ളണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയെന്ന്. അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കാൻ തന്നെ വേണം കേട്ടോ. കാല് വേദന അങ്ങനെ ക്ഷീണമൊക്കെ ഉള്ളവർ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്ന് ചെറിയ വെയിലൊക്കെ കൊള്ളലുണ്ട്. അതുപോലെ തന്നെ രാവിലെ മുറ്റടിക്കൽ അങ്ങനത്തെ ചിലപ്പോൾ നമ്മൾ വെറുതെ വെയിലത്ത് നിൽക്കാൻ നമുക്ക് നമ്മളെ പണികളുടെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകുമ്പോൾ ഞാൻ പോയിട്ട് വെറുതെ ആ ഒരു സമയം അവിടെ കളയില്ലല്ലോ. അപ്പോൾ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വെയിൽ വന്നതിന് ശേഷം അങ്ങനെ ആക്കോട്ടെ. രാവിലെ ആണെങ്കിൽ നമ്മളെ മുറ്റത്തേക്ക് അങ്ങനെ വെയിൽ വരില്ല കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ ഇതാ റഫീക്ക വന്നപ്പോൾ ഞാൻ പുല്ലിൽ നമ്മളിങ്ങനെ കള വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മഴ ഇപ്പോൾ പോയൊരു ഇതാണല്ലോ, അപ്പോൾ കള വന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് കുറച്ച് ഏരിയ, ഫുള്ളായിട്ടൊന്നും പറിക്കാൻ പറ്റില്ല, കുറച്ച് ഏരിയ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ഒന്ന് പറിക്കലാണ് കേട്ടോ. ഒന്ന് ഇരുന്നിട്ട് കുറച്ച് സമയം ദിവസവും കുറച്ച് സമയം ആക്കിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇല്ലെങ്കിലാണ് നമ്മളെ ഇങ്ങനത്തെ നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെറുതെ അത് കാര്യമില്ല കേട്ടോ. കാര്യം കള നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ വന്നിട്ട് മറ്റുള്ള പുല്ലുകളും വന്നിട്ട് ഇത് നശിപ്പിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പറിച്ചെടുക്കാനും പറ്റില്ല, പിന്നെ വേരടക്കമായിരിക്കും പോവുക പുല്ലിൻ്റെയും കൂടെ. അപ്പോൾ അത് ഇപ്പം തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ വളരാൻ വിടലേയില്ല കേട്ടോ. മഴയായതുകൊണ്ട് കുറച്ചിങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗം നമ്മളിപ്പോൾ രണ്ടാളും കൂടെ കുറച്ച് സമയം ഇരുന്നിട്ട് അങ്ങ് ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കള പറിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി കഴിഞ്ഞു.
ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചെറിയൊരു ലൂസിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ട് എടുക്കുക. ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ചാൽ, പക്ഷേ ഇത്രയും ലൂസ് വേണം കേട്ടോ. ചൂടോട് കുറച്ച് ലൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ തണുത്താലും ഒന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേവി ടൈപ്പ് ആവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ച പോലെ ഉണ്ടാവും. അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. ഇങ്ങനെ ഒരു ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. പിന്നെ ഈ കുക്കറിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ഈ പാസ്ത ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും. ഇങ്ങനെ സോഫ്റ്റ് ആവും സംഭവം. എന്താ പറയുക, ഇങ്ങനെ അലിഞ്ഞ് സോഫ്റ്റ് പൊട്ടിപ്പോവില്ല, പക്ഷെ ഇങ്ങനെ അലിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് നമ്മൾ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന രീതിയിൽ നമുക്ക് പാസ്ത ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ വടി പോലെ നിൽക്കില്ല കേട്ടോ. അതിങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനെ കഴിച്ചു പോകും ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ അധികവും ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത്. റഫീഖൊക്കെ ഇവിടെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. റഫീഖ് ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴും വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വേഗം നമ്മൾ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. എന്നാലും ഒന്ന് നീറ്റാക്കി ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുമല്ലോ, നമ്മളൊന്ന് ഒരുക്കി വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി ഒരുക്കി വെച്ചു. അതുപോലെ തന്നെ ലിവിങ്ങും ഡൈനിങ് ഹോളും അങ്ങനത്തെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ. ഇപ്പോൾ മഴ പോയതിൻ്റെ ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു പൂപ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വെയിലുള്ള സമയത്ത് ജനലും വാതിലൊക്കെ തുറന്ന് വെക്കും കേട്ടോ. നല്ല വെയിലാകുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് സമയമൊക്കെ ഒന്ന് തുറന്ന് വെക്കലുണ്ട്. അപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്കും കൂടെ, വേറെയുള്ള സ്ഥലത്ത് എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വയനാടല്ലേ, അപ്പോൾ ആ ഒരു തണുപ്പും ഈർപ്പവും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വുഡിൻ്റെ ഐറ്റംസും ഒക്കെ അല്ലേ അധികം ഉള്ളത്. അപ്പോൾ ആ ഒരു പൂപ്പലും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളുള്ള സമയത്ത് ഇങ്ങനെ വെയിലുള്ള സമയത്തൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. കാര്യം ആ ഒരു പൂപ്പൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കിച്ചണിലാണെങ്കിലും അതുപോലെ തന്നെ ഹാളിലാണെങ്കിലും ലിവിങ്ങിലാണെങ്കിലും ഒക്കെ ചെയ്യലുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി മാറാലൊക്കെ തട്ടി ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വരണം ഓരോ ഏരിയയിലായിട്ട്. ഞാനിങ്ങനെ മാറാല തട്ടി പൊടി തട്ടിയൊക്കെ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ദിവസം ഒന്നും ചെയ്തെടുക്കില്ല കേട്ടോ. മേലെ ഭാഗം ഒരു ദിവസം ഇങ്ങനെ തട്ടും, പിന്നെ പിറ്റേ ദിവസം താഴെ അങ്ങനെ തട്ടൂട്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്കൊന്ന് റിലാക്സ് ചെയ്യുക. അത് മാത്രമല്ല നമുക്ക് എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ചെയ്യൽ. രണ്ട് ഭാഗം കൂടെ ഒരുമിച്ചൊന്നും ചെയ്യലില്ല. മേലെ തുടക്കുന്ന ദിവസം അവിടെ ഒന്ന് തട്ടി, അല്ലെങ്കിൽ ആ ദിവസം തുടക്കൂല, ജസ്റ്റ് തട്ടൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് അടിച്ചു വാരിയിടും. പിറ്റേ ദിവസം അത് അവിടെ അടിച്ചു വാരിയിട്ട് തുടക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ വീടാണ്, നമുക്ക് ഏത് സമയത്തും നമുക്ക് ചെയ്യാം. സമയം ഉണ്ടല്ലോ. അപ്പം ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ സമയത്തിനനുസരിച്ച് അവർ വേഗത്തിൽ ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആളെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനൊരു പെർഫ്യൂമും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്ലവറിലൊക്കെ കുറച്ച് എസൻഷ്യൽ ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തു. നല്ല ഫ്രഷ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അകമൊക്കെ ഇനിയിപ്പോൾ എൻ്റെ കുക്കിങ്ങിലേക്ക് ഞാൻ കടന്നു. ഇനിയിപ്പോൾ റിലാക്സ് ചെയ്തിട്ട് എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ കാണിക്കുന്നത്. അതും ഇൻസ്റ്റൻറ്റ് നല്ല അടിപൊളി പായസമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ പാല് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു കുക്കർ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ചെറിയൊരളവാണ് കേട്ടോ. ഞാൻ 1 ലിറ്റർ പാല്, 2 പാക്കറ്റ് പാലാണ്. അതിലേക്ക് ഒരു എന്താ പറയുക 1/4 കപ്പ്, അതായത് 1/4 കപ്പ് പച്ചരിയാണ് കേട്ടോ. പച്ചരി കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെള്ളം പോയതിന് ശേഷം അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പായസത്തിലേക്ക് ആവശ്യത്തിലുള്ള മധുരം നമുക്ക് ഏകദേശം അറിയാമല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിപ്പോൾ കപ്പളവ് ഇല്ലെങ്കിൽ നിങ്ങൾ അച്ചാറൊക്കെ എടുക്കുന്ന ഒരു ബൗളില്ലേ, അതിനൊരു 1/4 ബൗൾ എടുത്താൽ മതി കേട്ടോ. നിറച്ചൊന്നും എടുക്കണ്ട, റൈസാണ്, വെന്ത് നിറഞ്ഞു പോട്ടെ, അത്രയും വേണ്ട. ഈ ഒരു പാലിൻ്റെ അളവിലേക്കാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഓഫ് വൈറ്റ് കളർ വരിക, ഗോൾഡൻ കളറിലേക്ക് പോകൂല. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പാലിതിലേക്ക് ഒഴിക്കണം കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കൈയെടുക്കാതെ കുറച്ച് സമയം കേട്ടോ,
എന്താ പറയുക, അത്രയും 1 മിനിറ്റൊക്കെ മതിയാവും, 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ചെയ്താൽ നമ്മളെ എന്താ പറയുക, പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇങ്ങനെ കിടക്കൂട്ടോ. അങ്ങനെയല്ല, നമുക്ക് റോസ്റ്റായിട്ട് വരണം. ഇതാ കണ്ടോ, ഗോൾഡനിലേക്ക് പോവരുത്. ഈ ഒരു കളർ ഓഫ് വൈറ്റ് കളർ വൈറ്റിൽ നിന്ന് മാറണം കേട്ടോ. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടോ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. കുറേ ഒഴിച്ച് കൊടുക്കരുത്, ഇതുപോലെ ആയിപ്പോട്ടാ, അപകടം പറ്റരുത്. അപ്പോൾ ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതാ ഈ പതയൊന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ ഒരു സമയത്തില്ലേ നമുക്കിതാ ഇങ്ങനെ ഇളക്കാനൊന്നും പറ്റൂല കേട്ടോ. നിങ്ങൾ ഇളക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കല്ല് പോലെ ഇരിക്കും. പഞ്ചസാരയ്ക്ക് ഒന്നും ഇങ്ങനെ കല്ല് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, ഇളക്കാനൊന്നും നിൽക്കണ്ട. ഇത് കണ്ട ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇളക്കുന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. മുഴുവൻ പാലും നമ്മൾ ചേർത്ത് കൊടുത്തു, മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ വെയിറ്റ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരിക കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയോ ചെയ്ത് പാല് പിരിഞ്ഞു പോകും, അതുവരെ അവിടെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ കേട്ടോ. എന്നിട്ട് എയറെല്ലാം പോയി അവിടെ നിന്നോട്ടെ കുക്കറെല്ലാം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ആക്കി നോക്കിയാൽ മതിയേ. അപ്പോൾ ഇതാ ഇനി അടുത്തത് ഇപ്പോൾ നമ്മളെ പായസം സെറ്റാണ്, ഞാൻ പിന്നീട് കാണിച്ചു തരാം, അത് റെഡി ആവട്ടെ. അപ്പോൾ ഇതാ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 10-15 ഒരു 20 വരെ ആവാം കേട്ടോ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ 2 കൈ ഫുള്ളായിട്ട് ഞാൻ ചെറിയ ഉള്ളി, കൊച്ചുള്ളി തൊലി കളഞ്ഞതിൽ അതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തുള്ളിയൊന്നും തൊലി കളയാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്തോ കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമ്മളെ ബീഫിന്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ബീഫും ഉള്ളിയും ഒക്കെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ വരട്ടാണ് കേട്ടോ, ബീഫ് വരട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം, ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് ഇതാ ഒരു 3.5 ടീസ്പൂൺ നമ്മൾ ഈ ഒരു രീതിയിൽ ബീഫ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫിലേക്ക് 3.5 ടീസ്പൂണാണ് കേട്ടോ. ഈ സ്പൂൺ ഞാൻ ഫുൾ എടുക്കാത്ത, ഇത് വലിയ സ്പൂണാണേ. അപ്പം ടീസ്പൂൺ കണക്കാക്കി നിങ്ങൾ എടുത്താൽ മതി, 3.5 ടീസ്പൂണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വേറെ ഒരു മസാലപ്പൊടി ഇതിലേക്ക് വേണ്ട കേട്ടോ. നിങ്ങൾ മല്ലിപ്പൊടി വേണ്ടേ, ഗരം മസാല വേണ്ടേ എന്നൊക്കെ ചോദിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ. എത്ര മസാല കുറക്കുന്നോ അത്രയും നമ്മളെ വിഭവങ്ങൾക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. കറക്റ്റ് പാകത്തിന് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈവച്ച് മിക്സ് ആക്കിയിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഞാനതിലേക്ക് ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് വേകുമ്പോൾ അതിൻ്റെ കൂടെ വെന്തോളും, എന്തായാലും ചേർത്ത് കൊടുക്കണം, അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. കുറച്ച് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ബീഫിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അതിൽ നിന്ന് വേവണം, അപ്പോഴാണ് ആ വരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് നിങ്ങൾക്ക് അടുപ്പിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അടുപ്പിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒരുപാടല്ല, വേവാനുള്ള വെള്ളം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബീഫ് വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പായസം ഞാൻ വിസിൽ വന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മട്ടനിൽ മട്ടനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ ഞാൻ വലിയ പീസാക്കിയിട്ടുള്ള മട്ടൻ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം എയറൊക്കെ പോകാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്തിയിലേക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അതിലേക്ക് 2 പട്ട അതിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മളെ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്ക് ആവണ്ട കേട്ടോ, കാര്യം നമ്മളിത് മന്തീൻ്റെ റൈസ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കും. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കുക്കാവുന്നില്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടെടുക്കുക. വലിയ പീസ് ആണെങ്കിൽ വലിയ പീസ് തന്നെ എടുക്കുക കേട്ടോ മട്ടനിലൊക്കെ മന്തി ചെയ്യുമ്പോൾ. പിന്നെ ഏറ്റവും ടേസ്റ്റുള്ള മന്തി എന്ന് പറയുന്നത് മട്ടൻ മന്തിയാണ് കേട്ടോ, ചിക്കനോ ബീഫോ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഞാൻ പറഞ്ഞുതരാം. കുറഞ്ഞ മസാലപ്പൊടികളെ വേണ്ടുള്ളൂ കേട്ടോ. 1 ടീസ്പൂണ്, ഞാനിപ്പോൾ 1 കിലോ മട്ടനാണ്, 1 കിലോ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഏത് മുളക് പൊടി ആയാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ്
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത് കേട്ടോ. അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, രണ്ടും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ മട്ടനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതവിടെ മിക്സാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ടില്ല, പക്ഷെ നമ്മൾ കുക്കറിൽ ഞാൻ കുക്കറിൽ വേവിച്ച് കൊടുക്കുള്ളൂ ഒരു വിസിൽ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. 1 കിലോയിലേക്ക് 1 ബൗള് ഓയിലാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ 2 കുക്കറിലാണ് 1 കിലോ അരി ഇടുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാം പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ബൗള് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചിക്കൻ മാഗി ക്യൂബാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഞാൻ 1.5 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് വേണ്ടത്, 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളക് വേണം, അത് ഞാൻ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1 കിലോയിലേക്ക് 4-5 ഏലക്ക, 4-5 ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കുക. പട്ട നമ്മൾ റൈസിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മാഗി ക്യൂബൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫാണോ ചിക്കനാണോ മട്ടനാണോ അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 കുക്കറിലായിട്ട് പകുതിയായിട്ടാണ് എല്ലാം ചേർത്ത് കൊടുത്തത്. വെള്ളം തിളച്ച് വന്നപ്പോൾ 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും പ്രശ്നമില്ല. അതിലേക്ക് നമ്മളെ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ഇല്ലേ, നമ്മൾ കപ്സയൊക്കെ ഉണ്ടാക്കുന്നത്, ആ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഉപ്പൊക്കെ വെള്ളത്തിന് പാകാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വിസിലൊക്കെ എയറൊക്കെ പോയി കുക്കറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പായസത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓപ്പൺ ആക്കി ഉടനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഈ ഉരുളിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അടപ്രഥമനും പായസമൊക്കെ അല്ലേ, അതിനേക്കാളും ടേസ്റ്റ് ഇതിന് കിട്ടും കേട്ടോ. ആ ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. റൈസൊന്നും കൂട്ടിയെടുക്കരുത്, കുറഞ്ഞും പോകണ്ട. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു മിക്സ് കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വറവിടെ ഒന്നിൻ്റെയും ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരാവശ്യമില്ല കേട്ടോ. എന്നാലും ഞാൻ 1 ടീസ്പൂൺ, ഗസ്റ്റൊക്കെ വരുന്നതല്ലേ, 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്നും കൂടെ കൂടിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓണം സ്പെഷ്യൽ പായസമാണ്. പിന്നെ കുറേ പേര് അവർക്ക് ഓണത്തിന് മത്സരമുണ്ട്, ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോൾ അവർക്ക് പായസം റെസിപ്പി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പായസങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ല പെർഫെക്റ്റ് ചെറുപയർ പായസമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കിടലൻ പായസം വരെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം കുക്കാകും കേട്ടോ, ഫുള്ളി കുക്കാവരുത്. നമ്മൾ കുക്കറിലും കൂടെ ഇട്ടിട്ട് വിസിലടിക്കാൻ പോവല്ലേ. ഇനിയിപ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്തിട്ട് 2 കുക്കറിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് നമുക്ക് കപ്സാരി മന്തി അരിയൊക്കെ ആകുമ്പോൾ നമുക്ക് 3.25 കിലോ ആണ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു അരായിട്ട് ഇങ്ങനെ 2 കുക്കറിലായിട്ട് ചെയ്യാമെന്ന് കേട്ടോ. എന്തായാലും നമുക്ക് ബാലൻസ് വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് 5 ലിറ്ററിൽ 1 കിലോ നെയ്ച്ചോറരി വെക്കാം. പക്ഷേ മന്തിയരി നമുക്ക് 1 കിലോ പറ്റില്ല കേട്ടോ. 3 കപ്പ് അല്ലെങ്കിൽ 1/4 കിലോ ആണ് കേട്ടോ പറ്റുക. ഞാൻ കുറേ പേര് ഡൗട്ട് ചോദിക്കലുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ 2ലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും. മട്ടനും അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഓരോന്നിലും ഒരു 3 പച്ചമുളകൊക്കെ വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനല്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ എരിവ് വേണമെങ്കിൽ നമുക്കിത് കടിച്ചിട്ട് മന്തി കഴിക്കാനും പറ്റുമേ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, മട്ടൺ ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ മട്ടൺ വേവിച്ച വെള്ളം അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് കളയരുത്. 1 കിലോയിലേക്ക് അത്രയും വെള്ളം നിങ്ങൾ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനിപ്പോൾ ഞാൻ 2 കുക്കറിലേക്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർക്കോളോ ചിരട്ടയോ എന്തെങ്കിലും കത്തിച്ചിട്ട് ഒരു സ്മോക്കും കൂടെ കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കർ അടച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന് പോയാൽ കുഴപ്പമില്ല, കുറച്ച് സ്മെല്ല് പോവും. വരുന്നതിന് മുമ്പ് അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തി കിട്ടുക. സൂപ്പർ ടേസ്റ്റ് ആട്ടോ മട്ടൻ മന്തി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്തിയാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇതേ
ഇത് രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബീഫിലും ചിക്കനിലും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലുള്ള വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കരുത്. കാര്യം നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് വെന്ത് വന്നിട്ടുള്ളൊരു ആ മസാലയൊക്കെ കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെള്ളം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബീഫ് മുഴുവനായിട്ട് ആ ഗ്രേവിയോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക, നല്ല ബീഫ് വരട്ട് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട്. ഇനി അല്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല റോസ്റ്റ് ആയിട്ടുള്ള കറുത്ത കളറിലെ ബീഫ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആക്കിയെടുക്കുക. പിന്നെ ബീഫിലേക്കൊക്കെ എത്ര വില കൂടിയാലും നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ബീഫിനൊക്കെ നല്ല ബീഫ് വരട്ടിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഇത് ഞാൻ മുന്നേ കാണിച്ച റെസിപ്പിയാണ്, ബീഫ് വരട്ട് ചെയ്തപ്പോൾ ചെയ്തു പോയിന്നേ ഉള്ളൂ. അപ്പം ഇത് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ചെയ്യാത്തവർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാനും മറന്നു പോകണ്ട. ഇത് കണ്ട ബീഫ് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ബീഫ്, നല്ല ഫ്രഷ് ബീഫ് എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ കൂടെയും നെയ്യപ്പത്തിൻ്റെ കൂടെ ഒക്കെ കിടു കോമ്പിനേഷൻ ആട്ടോ. അത് കാണുമ്പോൾ ശരിക്കും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമ്മളെ മന്തി ഇതാ എയറെല്ലാം പോയി റെഡി ആയിട്ട് വന്നു. ഇനി നമുക്കിതാ സെയിം നമ്മൾ റൈസ് വേവിച്ച ആ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അതിനാണ് നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ റൈസിനും കിട്ടും. നമ്മളൊന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി കൊടുക്കണേ, കാര്യം നമ്മളെല്ലാം ഇതിൻ്റെ അടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും, മാഗി ക്യൂബ് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലേക്കും വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏത് മന്തിയാണെങ്കിലും നമ്മളിങ്ങനെ എന്തായാലും മിക്സ് ആക്കി കൊടുക്കണേ. പിന്നെ മസാലപ്പൊടികളൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഞാൻ ആ പറഞ്ഞ അളവിന് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ചേർത്ത് കൊടുത്താൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടില്ല, ഭയങ്കര കളറായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കളർ കേട്ടോ. ഈ ഒരു നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഇത്രയും കളർ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരുപാട് കളറാക്കിയിട്ടൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്, ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി എനിക്കൊരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടെടുക്കണം. ഞാനിതിൻ്റെ കൂടെ മയണൈസും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് സാലഡിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തു, കുക്കുംബർ എടുത്തു, നമ്മളെ കക്കരി, പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഗ്രേപ്സ്, അതും കൂടെ ഇട്ട് കൊടുത്തു. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ നമ്മളെ കസ്സില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെറ്റൂസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക. അതും അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങൾ മാത്രം മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ടോ, ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോ, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഏറ്റവും നല്ല പാത്രത്തിൽ, നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട് ഞാൻ ഒരു ചെറിയ സവാള, അതിലേക്ക് 2 പച്ചമുളക്, 2 തക്കാളി, ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് ആവരുത് കേട്ടോ, അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഒന്ന് വിളമ്പിയെടുക്കട്ടെ.
പിന്നെ നമ്മളെ ഫുഡൊക്കെ ആരെങ്കിലും കഴിച്ചിട്ട് അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നല്ല നല്ല ടേസ്റ്റാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളെ വായുന്നത് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഓണം സ്പെഷ്യലായിട്ട് നമ്മളെ പായസം ഉണ്ടാക്കി നോക്കുക. പായസം പിന്നെ പായസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങളെ അരി വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയാം, അങ്ങനെ തന്നെ അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക, വിസിലടുപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾ വെച്ച് കൊടുക്കുക ഗ്യാസിലേക്ക്. അടച്ച് വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ ആ വെന്തിട്ടില്ലെങ്കിൽ, അഥവാ വെന്തിട്ടില്ലെങ്കിൽ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.